ഹലോ, വെൽക്കം ടു വാമീസ് മാം യൂട്യൂബ് ചാനൽ. ഇപ്പം ബിഗ് ബോസിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടേനു. ഷാനവാസ് കെയും അക്ബറും തമ്മിലുള്ള ഒരു അടിക്ക് ഇന്നലെ ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിൽ വിളിച്ചിട്ട് അവരെ നല്ലോണം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഷാനവാസ്ക്ക് കരയെല്ലാം ചെയ്ത കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഷാനവാസ്ക്ക് കരയെല്ലാം ചെയ്ത് ഇപ്പം നല്ല ശാന്തമായിട്ട് പോകുന്നതാണ്. അനുവും ജിസയിലും തമ്മിലുള്ള പിന്നെ കുഴപ്പമില്ല. പിന്നെ അവർ തമ്മിൽ അങ്ങനെ ഫൈറ്റായിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലേനു. അതിനുശേഷം ഇപ്പം ലൈവിൽ കണ്ടുകൊണ്ടിരുന്നത് അക്ബറും ഇവനും ജിഷിനും തമ്മിലുള്ള ഫൈറ്റാണ്. ജിഷിന് പിന്നെ എന്തെങ്കിലും ഒന്ന് തീരെ ഒരു ലോജിക്കില്ലാത്ത സംസാരമാണ് ജിഷിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ പിന്നെ കിച്ചൺ ക്യാപ്റ്റനുമായിട്ട് അടിയേനു. കിച്ചൺ ക്യാപ്റ്റനോട് അറിയാണ്ട് പോലും അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ഫുഡ് ഉണ്ടാക്കുക. അത് അവരെടുത്തു വെച്ചാൽ അതിന് പ്രശ്നം എന്നുവെച്ചാൽ കിച്ചൺ ക്യാപ്റ്റൻ വെച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് അവർക്കത് ഒപ്പിച്ച് കൊണ്ടുവരണ്ടേ. അവന് ഇഷ്ടമുള്ള പോലെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഫുഡ് തികയൂലല്ലോ. പക്ഷെ അനു ഒരിക്കൽ ജിസയിൽ ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ സമയം പിന്നെ ജിഷിനെ ഉണ്ടാക്കിയ സമയത്ത് ഏട്ടാ അങ്ങനെ എടുക്കല്ലേ ഏട്ടാ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ജിസേലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. എടുത്ത് അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇപ്പം എന്തിനാ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അക്ബറും പിന്നെ ജിഷിനും എന്തിനാ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഇവർ മറ്റേ പണിപ്പുരയിൽ പോവില്ലേ, പണിപ്പുരയിൽ പോയിട്ട് ബസർ ശബ്ദം അടിച്ചതിന് ശേഷമാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ടൈം കഴിയുന്നതിന് മുന്നേ എല്ലാം പുറത്തേക്ക് ഇറങ്ങണ്ടേ. അത് ഇവർ ഇറങ്ങിയിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾ അതിന് മുന്നേ ഇറങ്ങിയെന്ന്. അവസാനം ക്യാപ്റ്റൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ പറഞ്ഞ് ഇല്ല ഇവർ അതിന് മുന്നേ തന്നെ ഇറങ്ങിയിട്ടില്ല, അവരതിൻ്റെ ഉള്ളിലതിനുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ അത് ജിഷിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ജിഷിൻ അവൻ്റെ സാധനം എല്ലാം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോന്ന അന്നേരം അക്ബർ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെച്ച്. അപ്പം ജിഷിനത് ഡ്രസ്സിന് കൂട്ടി പിടിക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ലല്ലോ. ജിഷിൻ അവൻ്റെ ഡ്രസ്സിന് കൂട്ടി പിടിച്ച് എടുത്ത് അത് അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് വാങ്ങാം. പക്ഷെ അത് ഒരു ഫിസിക്കൽ അസേർട്ടിലേക്ക് പോകാൻ പാടില്ല. അവനങ്ങനെ അതിന് ജിഷിൻ എന്തായാലും ഒരു പണി കൊടുക്കണം, അത് ഉറപ്പാണ്. കാരണം അവൻ ഓവറായിട്ട് എല്ലാവരും ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഓവറായിട്ട് വരുന്നത്. വൈറ്റ് കാർഡ് എൻട്രിയിൽ വന്നിട്ട് ഞാനാ ഇവിടുത്തെ വലിയ ആൾ എന്നുള്ളൊരു വിചാരം ഉണ്ട് അവന്. അതെന്തായാലും നമുക്ക് അവിടെ പൊറപ്പിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവനെതിരെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനെന്തായാലും അക്ബറിൻ്റെ ഷർട്ടിന് കൂട്ടി പിടിച്ച എന്തായാലും നല്ല കാര്യമല്ല. ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും അവനെ കൊള്ളും. എന്നാലും അവൻ്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതെന്തായാലും കുറഞ്ഞ് കാണും. മസ്താനീനെല്ലാം കണ്ടില്ലേ, മസ്താനി വന്ന ഈ ഒരു ഉഷാറേ ഉള്ളൂ. ഇപ്പം അതാ താണ്. അതുപോലെ തന്നെ എല്ലാവരും തണിയായിരിക്കും. എന്നേ ഇത്രയേ ഉള്ളൂ. ബായ്.